നിന്റെ അമ്മയായിട്ട് ഈ കുടുംബം തകർത്തു. ഇപ്പം നീയായിട്ട് ദേ ഞങ്ങളുടെ സമാധാനം കൂടെ കെടുത്തുക. ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാൻ ഞാനും എന്റെ കുടുംബവും നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? മകനെ പോലെ നിന്നെ സ്നേഹിച്ചതോ? പറയടാ. എടാ, നീ ഞങ്ങളെ ജയിലിൽ കയറ്റുവോ? ശാരദാമ്മേ, എന്താ അവിടെ ഉണ്ടായെന്ന് പറ. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അയ്യോ, ആ പേര് ഉച്ചരിച്ചു പോരുത്. അതിനുള്ള അർഹത പോലും നിനക്കില്ല. ഇനി നീ ഇങ്ങോട്ട് മേലാ ഫോണും ചെയ്തു പോരുത്. ഇതേ, ഇനി നിന്റെ ഇവിടെ ആരുമില്ല. അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഈ വഴിക്കെങ്ങും വന്നു പോരുത്. പറഞ്ഞു കേട്ടോടാ. സ്വന്തമാണ് ബന്ധമാണെന്നും പറഞ്ഞ് എന്റെ വീടിന്റെ പടി നീ ഇനി ചവിട്ടരുത്. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിലും ശാരദ ഇതുവരെ ആരെയും പേടിച്ചു കഴിഞ്ഞിട്ടില്ല. നീ കാരണം, നിന്റെ പ്രവൃത്തി കാരണം ഞങ്ങളിവിടെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാ. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ. ഇനി ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അയ്യോ, കേട്ടോടാ. ഹലോ ശാരദാമ്മേ, ഹലോ. അയ്യോ, ഈ ശാരദാമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ശാരദേ, നീ എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? ഇത്രയധികം ദേഷ്യത്തിൽ സംസാരിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആഹാ, ഒന്നും ഉണ്ടായില്ലേ? ഞാൻ സംസാരിച്ചത് അനൂപിനോടാ, നിങ്ങളുടെ മോനോട്. അവൻ ഒറ്റ കാരണമാ നമ്മളിപ്പോ ഈ തീ തിന്നേണ്ടി വരുന്നത്. അവൻ കാരണം തന്നെയാ ഈ കാണുന്ന പൊല്ലാപ്പൊക്കെ എടുത്ത് തലയിൽ വെച്ചത്. ശാരദേ, ഒരബദ്ധം സംഭവിച്ചു പോയി. അതെന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരബദ്ധം തന്നെയാ. ഞാനത് സമ്മതിക്കുന്നു. നിങ്ങളല്ല ഗോപാലേട്ടാ അത് ചെയ്തത്, അത് ഞാൻ ചെയ്തതാ. നിങ്ങൾ വെറുതെ എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറ്റമൊന്നും ഏറ്റുപിടിക്കണ്ട. അതങ്ങനെയല്ല ശാരദേ. നീ കാരണം അല്ല അവൻ മരിച്ചത്. അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാ. അല്ല ഗോപാലേട്ടാ, ഞാൻ തള്ളിയപ്പോഴാവൻ വീണത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്ത് അന്വേഷണം വന്നാലും അത് നേരിടാനുള്ള വഴികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇത്ര വെള്ളം കുടിച്ചേ, എന്നിട്ട് സമാധാനത്തോടെ വെള്ളമൊക്കെ ഞാൻ കുടിച്ചോളാം. നിങ്ങൾ അതവിടെ വയ്ക്കേ. എന്നാ പിന്നെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് വലിയൊരു ദുരന്തത്തിലായിരിക്കും. നമ്മളല്ലാതെ മറ്റാരും ഇത് അറിയരുത്. നമ്മുടെ മോള് ശാലിനി പോലും. നീ സമാധാനായിട്ടിരിക്കും. ഒരാളും ഒരു കാര്യവും പറഞ്ഞ് ഇതിന്റെ പേരിൽ നിന്റെ മുന്നിലേക്ക് വരില്ല. അതിന് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. ഇനി അഥവാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അത് ഞാൻ നേരിട്ടോളാം. അത് മറ്റൊരാളിലേക്ക് എത്തില്ല. ശാരദേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ അടിച്ച് നീ മറ്റുള്ളവർക്ക് സംശയം കൊടുക്കാതിരുന്നാ മതി. സമാധാനായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ടാ. ഈശ്വര,